ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ കാർഡിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ കാണുക. അതിൻ്റെ ഫീച്ചേഴ്സും അത് എങ്ങനെയുള്ളവർക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആയി ബട്ടണിൽ അടിച്ച് അങ്ങനെ എനിക്ക് കാർഡ് കിട്ടി. ഞാൻ അപ്ലൈ ചെയ്തു. ഒരു 3 days കഴിഞ്ഞാണ് എനിക്ക് അതിൻ്റെ ഒരു ഡിസിഷൻ അറിഞ്ഞത്. അതായത് കാർഡ് ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് അറിഞ്ഞത് 3 ദിവസം കഴിഞ്ഞാണ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോസസ്സായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. ഫോൺ നമ്പറും അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്തു. അതിനുശേഷം വീഡിയോ KYC ആയിരുന്നു. വീഡിയോ KYCയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. വീഡിയോ KYCയും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ്, 3 ഇല്ലെങ്കിൽ 4 ദിവസം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാണ് കാർഡ് അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജും ഇമെയിലും വന്നത്. 3.5 ലക്ഷം രൂപയാണ് എനിക്ക് ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടിയത്. എനിക്ക് മുമ്പ് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് ഉണ്ടായിരുന്നു. എസ് കാർഡിന് ലിമിറ്റ് ആദ്യം കിട്ടിയതും സെയിം എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം അത് 7 ലക്ഷം രൂപയായിട്ട് ഉയർന്നു. ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ഇത്രയും ലിമിറ്റ് എനിക്ക് കിട്ടിയത്. 3.5 ലക്ഷം രൂപ ലിമിറ്റ് അനുവദിച്ച് കിട്ടി. അങ്ങനെ അപ്രൂവ് ആയ മെസ്സേജ് വന്ന ഒരു 4 days കഴിഞ്ഞാണ് എനിക്ക് കാർഡ് ഡെലിവറി ചെയ്തത്. കാർഡ് ഡെലിവറി ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ തന്നെ കാർഡിൽ നിന്ന് 3540 രൂപ പോയി. അതായത് കാർഡിൻ്റെ ജോയിനിങ് ഫീസ് 3000 രൂപ പ്ലസ് GST 3540 രൂപ പോയി. പക്ഷേ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 3540 രൂപ കൊടുത്താലും കാർഡ് എടുത്ത് ആദ്യത്തെ 30 daysനുള്ളിൽ നമ്മളൊരു 1000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ 5000 എഡ്ജ് മൈൽസ് കിട്ടും. ഇക്വലൻ്റ് 5000 രൂപ. അത് ഉപയോഗിച്ച് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. 5000 രൂപ വെറുത്തുള്ളൊരു എഡ്ജ് മൈൽസ് ആണത്. പിന്നെ ആനുവൽ ഫീസും വർഷം 3000 രൂപ പ്ലസ് GST, അതായത് 3540 രൂപ വരും. നമുക്ക് മറ്റു കാർഡുകളിലൊക്കെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുപോലെ ഇതിൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭ്യമല്ല. പക്ഷേ നമുക്ക് ആനുവൽ ബെനിഫിറ്റ് ആയിട്ട് ഒരു 1500 എഡ്ജ് മൈൽസ് ഓരോ വർഷവും കിട്ടും. ഇക്വലൻ്റ് 1500 രൂപ. സോ അവിടെ 3540 രൂപ നമ്മൾ റിന്യൂവൽ ഫീസായിട്ട് കൊടുത്താലും നമുക്ക് 1500 എഡ്ജ് മൈൽസ് കിട്ടും. ഇക്വലൻ്റ് 1500 രൂപ. സോ എഫക്റ്റീവ്ലി നമുക്ക് അവിടെ 2040 രൂപ മാത്രമാണ് നഷ്ടമാകുന്നത്. നമ്മളത് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വെർത്താണ്. കാരണം നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ നമുക്ക് ഇന്റർനാഷണലി ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാർഡ് വെർത്താണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ പർപ്പസിനായിട്ടൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5% ബെനിഫിറ്റ്, അതേപോലെ തന്നെ നോർമൽ സ്പെൻഡിങ്ങിന് നമുക്ക് 2% വാല്യൂ ബാക്കും കിട്ടുന്നുണ്ട്. സോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉപയോഗമുണ്ടെങ്കിൽ ആ 2040 രൂപ ആനുവലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെർത്താണ്. സോ ഇനി കാർഡ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഫൈനാൻസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാർഡ് ഓൾറെഡി ഞാൻ ബ്രേക്ക് ചെയ്തു. കിട്ടിയപ്പോൾ തന്നെ കാർഡ് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ കാർഡ് ഞാൻ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ കാർഡിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. സോ ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തു. രണ്ടാമത്തെ അൺബോക്സിംഗ് ആണ്. പ്രത്യേകിച്ച് വലിയ പാക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഒരു പ്രീമിയം കാർഡാണെന്ന് പറഞ്ഞാലും നോർമലി വരുന്ന ഒരു പാക്കിങ്ങിലും കാര്യങ്ങളിലേക്കാണ് ഇത് വരുന്നത്. നമുക്ക് അതേസമയം ഒരു സ്കാപ്പിയ കാർഡൊക്കെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം പാക്കിങ്ങിലാണ് വന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ പാക്കിങ്ങിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് എന്തായാലും ഇത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അത് ഉള്ളതെന്ന്. ഫസ്റ്റ് വരുന്നൊരു ഡോക്യുമെൻ്റ് ഇതാണ്. ഇതൊരു അവരുടെ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഒരു ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യമാണ്. ഓട്ടോ പേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 300 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാമെന്നുള്ളൊരു പരസ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓരോ ബില്ലറിലും ഓട്ടോ പേ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 കൺവീനിയൻസ് ഫീസ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ബുക്കുകളും ടൈംലി പേയ്മെൻറ്റ് റിമൈൻഡറും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ ഒരു കണ്ടീഷൻ, അതായത് ഗെറ്റ് 300 രൂപ ക്യാഷ് ബാക്കിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് മിനിമം ബിൽ എമൗണ്ട് 500 രൂപയ്ക്ക് മുകളിലുണ്ടായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡാണെങ്കിൽ നമ്മൾ 3000 രൂപ കൊടുക്കുന്ന ഒരു കാർഡാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രീമിയംനെസ് ഒന്നും ഈ ഒരു കാർഡിനില്ല. നോർമൽ പ്ലാസ്റ്റിക് കാർഡാണ്. വിസ സിഗ്നേച്ചർ വേരിയൻ്റ് ആണ്. പിന്നെ ഇതിവിടെ ഹൊറൈസൺ എന്ന ലേബിൾ ചെയ്തിട്ടുണ്ട്. ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ്. ആക്സിസ് ബാങ്കിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിപ്പ്, പിന്നെ പേര്, നമ്മുടെ പേരിവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാർഡിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനുള്ള നോർമൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു പേപ്പർ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 3.5 ലക്ഷം രൂപയാണ്. ഇന്റർനാഷണൽ ലിമിറ്റ് 3.5 ലക്ഷം രൂപ, വിഡ്രോവൽ ലിമിറ്റ് 35,000 രൂപ, ജോയിനിങ് ഫീസ് 3000 രൂപ, ആനുവൽ ഫീസ് 3000 രൂപ, അങ്ങനെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 എഡ്ജ് മൈൽസ് നമുക്ക് കിട്ടും. അത് നമ്മൾ കാർഡ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 1000 രൂപയ്ക്ക് മുകളിൽ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തണം. പിന്നെ ഓരോ സ്പെൻഡിങ്ങിനും ഇപ്പോൾ ട്രാവൽ എഡ്ജ് പോർട്ടലിലും അതുപോലെ തന്നെ എയർലൈൻസിൻ്റെ വെബ്സൈറ്റിലും ഡയറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 100 രൂപയ്ക്കും 5 എഡ്ജ് മൈൽസ്, പിന്നെ മറ്റു എലിജിബിൾ കാറ്റഗറിയിൽ ഒരു 100 രൂപയ്ക്ക് നമുക്ക് 2 എഡ്ജ് മൈൽസ് കിട്ടും. പിന്നെ എയർലൈൻ ആൻഡ് ഹോട്ടൽ പാർട്ട്നേഴ്സിൽ നമുക്ക് എഡ്ജ് മൈൽസ് പാർട്ണർ അക്കൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്
റിഡീം ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ടും ഇല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 90+ എയർപോർട്ടിൽ നമുക്ക് 8 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ 1500-ലധികം വരുന്ന ഗ്ലോബൽ എയർപോർട്ടിൽ നമുക്ക് 2 കോംപ്ലിമെൻ്ററി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ ലോസ്റ്റ് കാർ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ്, ഈസി ഡൈനർ ബെനിഫിറ്റ്, ഫ്യൂൽ സർചാർജ് വേവർ, പിന്നെ കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വെൽക്കം കിറ്റിൽ വരുന്നത്. 2 പേപ്പർ ഡോക്യുമെൻറ്റ്, ഒന്ന് കാർഡിൻ്റെ ഡോക്യുമെൻറ്റും മറ്റൊന്ന് അവരുടെ ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഡോക്യുമെൻറ്റും പിന്നെ കാർഡ്. ഇത്രയും മാത്രമാണ് നമുക്കിത് ഈ ഒരു വെൽക്കം കിറ്റിൽ വരുന്നത്. ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീസ് ആൻഡ് ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ ജോയിനിങ് ഫീസ് 3000+ GST ആണ്. അതുപോലെ തന്നെ ആനുവൽ ഫീസ് 3000+ GST ആണ്. നമുക്കത് വേവ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ നമുക്കത് ബെനിഫിറ്റായിട്ട് മാറ്റാം. അങ്ങനെ ബെനിഫിറ്റായിട്ട് മാറ്റാം അതിനെപ്പറ്റി നമ്മളിതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാഷ് അഡ്വാൻസ് ഫീസ് ATM വഴിയൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% മിനിമം 500 രൂപ + GST ചാർജ് ഈടാക്കും. അതായത് 100 രൂപ വിഡ്രോ ചെയ്താലും 500 രൂപ + GST ചാർജ് ഈടാക്കും. അതുപോലെ തന്നെ നമ്മൾ അത് റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശയും കൊടുക്കണം. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 500 രൂപയിൽ താഴെയാണെങ്കിൽ ഇല്ല. 500 രൂപയ്ക്ക് മുകളിൽ 5000 രൂപ വരെ 500 രൂപ + GST, 5000 രൂപയ്ക്ക് മുകളിൽ 10000 രൂപ വരെ 750 രൂപ + GST, 10000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 1200 രൂപ + GST നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് 2 സൈക്കിളിൽ മിനിമം എമൗണ്ട് പോലും അടച്ചില്ലെങ്കിൽ 100 രൂപ നമ്മൾ ഒരു അഡീഷണൽ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഓവർ ലിമിറ്റ് ചാർജ് ഓവർ ലിമിറ്റ് എമൗണ്ടിൻ്റെ 2.5% മിനിമം 500 രൂപ + GST ഈടാക്കും. പിന്നെ റിട്ടേൺ പേയ്മെൻറ്റ് ചാർജ് ചെക്ക്, ECS, ACH, പിന്നെ സ്റ്റാൻഡിംഗ് സ്റ്റേഷനൊക്കെ റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൗൺസ് ചാർജ് ആയിട്ട് വരുന്നത് 2%, പേയ്മെൻറ്റ് എമൗണ്ടിൻ്റെ 2% മിനിമം 500 രൂപ + GST ഈടാക്കും. റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സർചാർജ് അത് ആസ് പെർ റെയിൽവേ ആണ്, ഏകദേശം ഒരു 1 to 2% സർചാർജ് ആയിട്ട് വരും. ഫ്യൂൽ സർചാർജ് 1%. പിന്നെ നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. 400 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിലാണ് ഫ്യൂൽ അടിക്കുന്നതെങ്കിൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 400 രൂപ വരെ നമുക്ക് സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ചാർജ് ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, 3.5% GST ആണ്. പിന്നെ വരുന്ന മറ്റൊരു ചാർജ് ബ്രാഞ്ച് വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡെപ്പോസിറ്റിന് 175 രൂപ + GST ചാർജ് ഈടാക്കും. പിന്നെ ഇൻട്രസ്റ്റ് വരുന്നത് 3.75% ആണ്. ആനുവലി ഇത് 55.55%. സോ ഉയർന്നൊരു ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുക, ഡി ഒന്നും വരുത്താതിരിക്കുക. പിന്നെ റെൻറ്റ് സർചാർജ്, ഈ ഒരു കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1% + GST റെൻറ്റ് സർചാർജ് വരും. പിന്നെ DCC മാർക്കറ്റ് ഫീസ് 1.5% + GST ആണ്. പിന്നെ വാല ലോഡ് ട്രാൻസാക്ഷൻ ചാർജ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ 10000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ, വാല ലോഡിങ് വന്നു കഴിഞ്ഞാൽ 1% ചാർജ് ഈടാക്കും. പിന്നെ ഫ്യൂൽ ട്രാൻസാക്ഷൻ ഫീസ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 50000 രൂപയ്ക്ക് മുകളിൽ ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ 50000 രൂപയ്ക്ക് മുകളിൽ ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ 1% ഫീസ് ഈടാക്കും. പിന്നെ എഡ്യൂക്കേഷൻ ട്രാൻസാക്ഷൻ ഫീസ് നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് വഴി എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1% + GST എഡ്യൂക്കേഷൻ ട്രാൻസാക്ഷൻ ഫീസായിട്ട് വരും. പിന്നെ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ഫീസ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 25000 രൂപയ്ക്ക് മുകളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 1% ചാർജ് ഈടാക്കും. പിന്നെ ഓൺലൈൻ സ്കിൽ ബേസ്ഡ് ഗെയിമിംഗ് ട്രാൻസാക്ഷൻ ഫീസ് 10000 രൂപയ്ക്ക് മുകളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ ഈ ഒരു കാറ്റഗറിയിൽ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 1% + GST ചാർജ് ഈടാക്കും. ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ എന്തായാലും കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം ചെയ്യാം. എന്തായാലും ഉപയോഗിക്കും, ഒരു വർഷം ഉപയോഗം ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. എന്തായാലും ജോയിനിങ് ഫീസ് കൊടുത്തു, അതുപോലെ തന്നെ ജോയിനിങ് ഫീസിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള 5000 രൂപ വരുത്താനുള്ള പോയിന്റ് കിട്ടി. സോ അവിടെ നഷ്ടം വരുന്നില്ല. ഇനി റിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആണോ അല്ലെന്ന് നോക്കിയിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ പിന്നാലെ ചെയ്യാം. ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി